ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് റിലവൻസ് ആൻഡ് ഇർറിലവൻസ് തിയറി ഓഫ് ഡിവിഡൻഡ് ഡിസിഷനാണ്. നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നോക്കാൻ പോണത് തിയറീസ് ഓഫ് ഡിവിഡൻഡ് ഡിസിഷനാണ്. പ്രധാനപ്പെട്ട രണ്ട് തിയറീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റിലവൻസ് തിയറി എന്നും മറ്റൊന്ന് ഇർറിലവൻസ് തിയറി എന്നും. ഒന്ന് റിലവൻസ് തിയറി, മറ്റൊന്ന് ഇർറിലവൻസ് തിയറി. എന്താണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു കൂട്ടർ ആൾക്കാർ പറയുന്നു ഡിവിഡൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്റ്റ് അവർ വാല്യൂ ഓഫ് ദ ഫേം. നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേമിൻ്റെ വാല്യൂവിനെ അത് അഫക്റ്റ് ചെയ്യും, അതെൻ്റെ ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും. പക്ഷേ ഒരു കൂട്ടർ പറയുന്നു ഇർറിലവൻസ് തിയറി, അതായത് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഫേമിൻ്റെ വാല്യൂവിനെ അത് അഫക്റ്റ് ചെയ്യില്ല, അതായത് ഫേമിൻ്റെ പ്രൈസ് മാറ്റം വരില്ല. സോ ഇങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാർ രണ്ട് ടൈപ്പ് തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് എന്താണ് റിലവൻസ് തിയറി, ആ റിലവൻസ് തിയറിയിൽ ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, എന്താണ് ഇർറിലവൻസ് തിയറി, ഈ ഇർറിലവൻസ് തിയറിയിൽ ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് റിലവൻസ് ആൻഡ് ഇർറിലവൻസ് തിയറി എന്ന് പറയുന്നത്? നമുക്കറിയാം ഡിവിഡൻഡ് ഡിസിഷൻസ് കൺസേൺഡ് വെദർ എ ഫേം ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് ഏർണിംഗ്സ് ആസ് എ ഡിവിഡൻഡ് ഓർ റീറ്റെയിൻ ദം ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. എ ഫേം ഡിവിഡൻ്റ് ആയിട്ട് ഈ എമൗണ്ട് പേ ചെയ്യണമോ അതോ ഈ എമൗണ്ട് വീണ്ടും നമ്മുടെ കമ്പനി തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണോ? സോ ഈ ഡിസിഷൻ വളരെ ക്രൂഷ്യലാണ്. സോ ദിസ് ഡിസിഷൻ ഹാസ് വൈഡ്ലി ഡിബേറ്റഡ് ഇൻ ഫിനാൻഷ്യൽ തിയറി. നമ്മുടെ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് ഈസ് വൈഡ്ലി ഡിബേറ്റബിൾ ആണ്. കാര്യം പല ആൾക്കാരും അവരുടേതായിട്ടുള്ള കൺസെപ്റ്റാണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് തിയറി ഓഫ് ഇർറിലവൻസ് ആണ്. ആ വാക്കിൽ തന്നെ എന്താണ് ഇർറിലവൻസ്, തിയറി ഓഫ് ഇർറിലവൻസ്. ഇർറിലവൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ല, അതായത് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അത് യാതൊരുവിധ മാറ്റവും കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസിൽ വരുത്തുന്നില്ല. ആ ഒരു തിയറി വിളിക്കുന്ന പേരാണ് എന്ത്, തിയറി ഓഫ് ഇർറിലവൻസ്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ, ഈ ഒരു തിയറിയിൽ നമ്മൾ പറയുന്ന ഫസ്റ്റ് പറയുന്ന റെസിജ്വൽ അപ്രോച്ചാണ്. ഈ റെസിജ്വൽ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫേമിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആസ് എ റൊട്ടീൻ ആക്ടിവിറ്റി, റെസിജ്വൽ ആക്ടിവിറ്റിയാണ്. അത് ഒരിക്കലും ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം. അത് പ്രത്യേകിച്ച് യാതൊരുവിധ ഇൻഫ്ലുവൻസും ഫേമിൻ്റെ വാല്യൂവിൽ വരുത്തുന്നില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിവിഡൻഡ് ഡിസിഷൻ ഹാസ് നോ എഫക്ട് ഓൺ ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ദ പ്രൈസ് ഓഫ് ഷെയർസ്. അതായത് ഡിവിഡൻഡ് ഡിസിഷൻ ഒരിക്കലും ഷെയറിൻ്റെ പ്രൈസിനെയോ അല്ലെങ്കിൽ ഫേമിൻ്റെ വെൽത്തിനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ഇർറിലവൻറ്റ് സോ ഫാർ ആസ് ദ വാല്യുവേഷൻ ഓഫ് ഫേം ഈസ് കൺസേൺ. അതായത് നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഫേമിൻ്റെ വാല്യുവേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇർറിലവൻ്റ് ആണ്. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. ദിസ് തിയറി റിഗാർഡ്സ് ഡിവിഡൻഡ് ഡിസിഷൻ മിയർലി എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ബിക്കോസ് ദ ഏർണിംഗ് അവൈലബിൾ മേ ബി റീറ്റൈൻ ദ ബിസിനസ് ഫോർ റീഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏർണിംഗ് എന്ത് ചെയ്യാം, അത് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യാം ഫോർ റീഇൻവെസ്റ്റ്മെൻറ്റ്. ദസ് ദ ഡിസിഷൻ ടു പേ ഡിവിഡൻഡ് ഓർ റീറ്റൈൻ ഏർണിംഗ്സ് മേ ബി ടേക്കൺ ആസ് എ റെസിജ്വൽ ഡിസിഷൻ. ഒരു യൂഷ്വൽ ഡിസിഷൻ, റൊട്ടീൻ ഡിസിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ട്രീറ്റ് ചെയ്യാം. അത് വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു ഫേമിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ഫേം മേ റീഇൻവെസ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ടു ദ ബിസിനസ്. ഇഫ് ദ ഫേം had any profitable opportunity or any profitable investment opportunity, they should divide that amount as a dividend. So this is the concept in residual approach. ഒരു ഫേമിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഫേം എന്ത് ചെയ്യണം, ആ എമൗണ്ട് റീറ്റൈൻ ചെയ്യണം, ആ ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള എമൗണ്ട് റീറ്റൈൻ ചെയ്യണം, ആ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലോട്ട് എന്ത് ചെയ്യണം, അത് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഫേമിന് അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഫേം എന്ത് ചെയ്യണം, ദ എമൗണ്ട് ഷുഡ് ബി പേ ആസ് എ ഡിവിഡൻഡ്. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഹവർ ഇഫ് ദ ഫേം ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ഫൈൻഡ് എ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി
opportunity, the investor would prefer to receive the earnings in the form of dividend. അതായത് ഫേമിന് ഒരു പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എ ഫേം ഷുഡ് റീറ്റൈൻ ദ ഏർണിംഗ്സ് ഇഫ് ഹാസ് എ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഫേമിന് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യുക, റീറ്റൈൻ ചെയ്യുക. ആൻഡ് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡിവിഡൻഡായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ എന്ത് കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെസിജ്വൽ അപ്രോച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അടുത്തൊരു കൺസെപ്റ്റ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ചാണ്. ഫസ്റ്റ് റെസിജ്വൽ അപ്രോച്ച് പറഞ്ഞു. റെസിജ്വൽ ആയിട്ട് ഒരു റൊട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റി മാത്രം ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളത്, ഡിവിഡൻഡ് കൊടുക്കുന്നത് ഫേമിൻ്റെ വാല്യൂവിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇൻ മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് ഉണ്ട്, MM അപ്രോച്ച് എന്ന് പറയും. MM അപ്രോച്ചും ഇതേപോലെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വേറൊരു രീതിയിലൂടെയാണ്. മോഡിഗ്ലാനി മില്ലർ ഹാവ് എക്സ്പ്രസ്ഡ് in the most comprehensive manner in support of the theory of relevance. അപ്പോൾ മോഡിഗ്ലാനി ആൻഡ് മില്ലർ ഈ പറയുന്ന കാര്യം ഒരു വേറൊരു കോംപ്രഹെൻസീവ് വേയിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അവരും പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളത് ഫേമിൻ്റെ വാല്യൂവിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പറയുന്നതെങ്ങനെയാണ്, ദേ മെയിൻറ്റെയിൻ ദാറ്റ് ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫേം ഓർ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. അതായത് ഒരു ഫേമിൻ്റെ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അല്ല. ഡിവിഡൻഡ് പേ ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് the firm value is affected by earning capacity of the firm and investment policy. ആ ഫേമിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി, ആ ഫേം എന്തുമാത്രം ഏൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബേസിലാണ് ആ ഫേമിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ആ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. ഒരിക്കലും ഡിവിഡൻഡ് കൊടുത്തെന്ന് പറഞ്ഞ് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തില്ല. പക്ഷേ ഫേമിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിലോ മാറ്റം വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം. അതായത് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഏർണിംഗ്സ് ബിറ്റ്വീൻ റിട്ടൻഷൻ ആൻഡ് ഡിവിഡൻസ് മേ ബി എ മാനർ ദ ഫേം ലൈക്സ് ഡസ് നോട്ട് അഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. ഈ സ്പ്ലിറ്റിംഗ് ഓഫ് ഏർണിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഏർണിങ്സ് ഡിവിഡൻഡ് കൊടുക്കുക അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ ഒരിക്കലും ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ആസ് ഒബ്സർവ്ഡ് ബൈ MM അണ്ടർ ദ കണ്ടീഷൻ ഓഫ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ദ റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആബ്സെൻസ് ഓഫ് tax discrimination between dividend income and capital appreciation given the firm's investment policy, its dividend policy may have no influence on the market price of the shares. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് അസംഷൻസും കൂടി ഇത് പറയുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, അത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഫർമേഷനും ദറ്റ് ഫ്രീലി അവൈലബിൾ ടു ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ ഫ്രീലി അവൈലബിൾ ടു ഇൻവെസ്റ്റേഴ്സ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത്തരം മാർക്കറ്റിനെ വിളിക്കുന്ന പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. സോ അദ്ദേഹം കുറച്ച് കണ്ടീഷൻ വെച്ചു. ഒന്നെന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ, രണ്ട് റാഷണൽ ഇൻവെസ്റ്റേഴ്സ്. റാഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററാണ് ഇത് റാഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പം മാർക്കറ്റിലുണ്ടാകുന്ന ഇമോഷൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, റാഷണൽ ഇൻവെസ്റ്റേഴ്സ്, ആബ്സെൻസ് ഓഫ് ടാക്സ്. എന്തുണ്ടാവാൻ പാടില്ല അവിടെ? ടാക്സ് ഉണ്ടാവാൻ പാടില്ല. ഡിസ്ക്രിമിനേറ്റിംഗ് ബിറ്റ്വീൻ ഡിവിഡൻഡ് ആൻഡ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതായത് നമ്മുടെ ഡിവിഡൻഡ് ഇൻകവും ക്യാപിറ്റൽ അപ്രീസിയേഷൻ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. അത് മോർ ഓർ ലെസ് ഡിവിഡൻഡും ക്യാപിറ്റൽ അപ്രീസിയേഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അത് discrimination between dividend income and capital appreciation given the firm investment policy, its dividend policy may have no influence on the market price. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ആണെങ്കിൽ ഒരിക്കലും ആ ഫേമിൻ്റെ ഡിവിഡൻഡ് ഡിസിഷൻ ഫേമിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. സോ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കാര്യത്തിൽ, നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അസംഷൻസ് അദ്ദേഹം പറഞ്ഞ ഈ കാര്യം നടക്കണമെങ്കിൽ ഈ പറയുന്ന അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്ന്, ദർ ആർ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായിരിക്കണം? പെർഫെക്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ട്, ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റാഷണലി. അത് ഞാൻ പറഞ്ഞു, ഇൻവെസ്റ്റേഴ്സ് റാഷണലി ബിഹേവ് ചെയ്യണം. മൂന്ന്, ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനീസ് അവൈലബിൾ ടു ഓൾ വിത്തൗട്ട് എനി കോസ്റ്റ്. ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻസ്
ഇൻഫർമേഷൻസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം വിത്തൗട്ട് എനി കോസ്റ്റ്. ഒരു കോസ്റ്റ് പോലും ചിലവാക്കാതെ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കണം. ദർ ആർ നോ ഫ്ലോട്ടേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. നമ്മൾ ഓൾറെഡി പഠിച്ചു ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന കോസ്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇവിടെ അസ്യൂം ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും ഇല്ല. നോ ഫ്ലോട്ടേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റും ഇല്ല ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റും ഇല്ല. അടുത്തൊരു അസംഷൻ എന്ന് പറയുന്നത് നോ ഇൻവെസ്റ്റർ ഈസ് ലാർജ് ഇനഫ് ടു അഫക്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഒരു മാർക്കറ്റ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻവെസ്റ്ററും മാർക്കറ്റില്ല. അതായത് ഒരു ബൾക്കായിട്ട് വാങ്ങിക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരാളും മാർക്കറ്റില്ലെന്നാണ് അസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ്, ദർ ആർ either no taxes or there is no difference in the tax rate applicable to dividend and capital gain. ഒന്നെങ്കിൽ ഇവിടെ ടാക്സ് ലൈബിലിറ്റി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് ലൈബിലിറ്റിയും ആ ഡിവിഡൻഡ് ക്യാപിറ്റൽ ഗെയിൻസ് തമ്മിൽ യാതൊരു ഡിഫറൻസ് ഇല്ല, ടാക്സ് റേറ്റിൽ യാതൊരു ഡിഫറൻസും ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. ദ ഫേം ഹാസ് എ റിജിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഫേം എപ്പോഴും ഒരു റിജിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇടയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ മാറ്റം വരുന്നില്ല. സോ അതേ അസംഷൻ എന്ന് പറയുന്നത് ഫേം ഹാസ് എ റിജിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. അടുത്തൊരു അസംഷൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ റിസ്ക് ഓർ അൺസർട്ടനിറ്റി ഇൻ റിഗാർഡ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഫേം. ഫേമിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു റിസ്ക്കും ഒരു അൺസർട്ടനിറ്റി ഇല്ല. പിന്നീട് ഈ ഒരു അസംഷൻ പിന്നീട് ഡ്രോപ്പ് ചെയ്തു. ഇത്രയും പറഞ്ഞല്ലോ, അതായത് ഫേമിൻ്റെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയാനായിട്ട് അദ്ദേഹം കുറേ ആർഗ്യുമെൻറ്റ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആർഗ്യുമെൻ്റ് എന്ന് നോക്കാം. ദ ആർഗ്യുമെൻറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ദ ആർഗ്യുമെൻറ്റ് ഗിവൻ ബൈ ഇൻ സപ്പോർട്ട് ഓഫ് ദെയർ ഹൈപ്പോത്തിസിസ് ഈസ് ദാറ്റ് വാട്ട് എവർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫേം റിസൾട്ട് ഫ്രം ദ payment of dividend will exactly offset by the decline in the market price of shares because of external financing, and there will be no change in the total wealth of shareholders. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി, പറഞ്ഞത്രേ ഉള്ളൂ. ഒരു ഫേമിന് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റൺ ചെയ്യാനുള്ള പൈസ അവർക്കില്ലെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ, അവരുടെ കയ്യിലുള്ള പ്രോഫിറ്റ് മുഴുവനും എന്ത് ചെയ്തു, ഡിവിഡൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്തു, ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അവർ പുറത്തുനിന്ന് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കടമെടുക്കേണ്ടി വരും. സോ അവിടെ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ അത് അവർ കമ്പനി എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. കമ്പനിയുടെ പ്രോഫിറ്റ് വീണ്ടും കുറയും, അതിൻ്റെ ഷെയർ പ്രൈസിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ കമ്പനി ഹാവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ഓൾ ദ ഏർണിംഗ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ കമ്പനിക്ക് എന്തുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷേ അവരുടെ കയ്യിലുള്ള മുഴുവൻ എമൗണ്ടും ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ടു റൈസ് അഡീഷണൽ ഫണ്ട് ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സസ്. അവരെന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പുറത്തുള്ള സോഴ്സിൽ നിന്ന്, ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഷെയർസ് ആയിട്ടോ ബാങ്ക് ലോൺ ആയിട്ടോ റൈസ് ചെയ്യേണ്ടി വരും. ദിസ് വിൽ റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കടമായിട്ട് ഡിബഞ്ചേഴ്സ് ആയിട്ടോ ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഓർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ റിസൾട്ടിങ് ഇൻ ദ ഫാളിങ് ദ ഏർണിംഗ് പെർ ഷെയർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഭാവിയിൽ ഫേമിൻ്റെ എന്ത് ചെയ്യാൻ, ഏർണിംഗ് പെർ ഷെയർ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ദസ് ദ വാട്ട് എവർ എ ഷെയർ ഹോൾഡർ ഗെയിൻസ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഈസ് ന്യൂട്രലൈസ്ഡ് completely by fall in the market price of shares due to decline in expected future earning per share. അപ്പോൾ ഒരു ഡിവിഡൻ്റ് ആയിട്ട് ഒരു ഷെയർ ഹോൾഡർ എന്തെങ്കിലും എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ എമൗണ്ടിൻ്റെ തുല്യമായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള എമൗണ്ട് ഷെയറിൻ്റെ പ്രൈസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് അവരുടെ ഫ്യൂച്ചറിലെ കോസ്റ്റ് കൂടുകയും അത് അവരുടെ ഏർണിംഗ് പെർ ഷെയറിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള പേടിയുണ്ട് ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ ഒരിടത്ത് കിട്ടിയ എമൗണ്ട് മറ്റൊരിടത്ത് എന്ത് ചെയ്യാണ്, കുറയുകയാണ്. അപ്പം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫേമിൻ്റെ വാല്യൂവിനെ ഡിവിഡൻഡ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് പേ ചെയ്തത് കൊണ്ട് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ക്രിറ്റിസിസം, നമ്മൾ ഈ അസംഷനിൽ പറഞ്ഞ പല കാര്യങ്ങളും ക്രിറ്റിസിസമായിട്ട് നമുക്ക് പറയാം. ഒന്ന്, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മുടെ റിയാലിറ്റിയിൽ അങ്ങനെ ഒരു മാർക്കറ്റേ ഇല്ല. ദ മാർക്കറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. നമ്മുടെ റിയാലിറ്റിയിൽ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്നും മാർക്കറ്റേ ഇല്ല. ഓക്കെ. നമ്പർ 2,
ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി ഈസ് നോട്ട് അവൈലബിൾ ടു ഓൾ ദ പേഴ്സൺസ്. ഒരു കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ആരൊക്കെയാണോ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നത്, ആരൊക്കെയാണോ കൂടുതലായിട്ട് കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്, അവർക്ക് മാത്രമേ ഇൻഫർമേഷൻസ് കിട്ടുകയുള്ളൂ. അതല്ലാതെ എല്ലാ ഇൻഫർമേഷൻസും കമ്പനിയെക്കുറിച്ചിട്ടുള്ളത് ഫ്രീലി അവൈലബിൾ അല്ല. തേർഡ് വൺ പറയുന്നത് എ ഫേം ഹാസ് ഇൻക്യൂർ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വൈൽ ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ്. അദ്ദേഹത്തിന്റെ അസംഷൻ ആയിരുന്നു ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം റിയാലിറ്റിയിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫേം ഒരു ഷെയർ ഇഷ്യൂ, ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ഉറപ്പായിട്ട് എന്തുണ്ടാവും? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവും. ദ ടാക്സ് ഡു എക്സിസ്റ്റ് ആൻഡ് ദർ ഈസ് നോർമലി ഡിഫറൻസ് ടാക്സ് ട്രീറ്റ്മെന്റ് ഫോർ ദ ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. അദ്ദേഹത്തിന്റെ ഒരു അസംഷൻ ആയിരുന്നു ടാക്സ് ഇല്ല എന്നുള്ളതും. മാത്രമല്ല നമ്മുടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഡിവിഡൻഡ് ടാക്സും ക്യാപിറ്റൽ ഗെയിനും സെയിം ആണെന്നുള്ളത്. പക്ഷേ റിയാലിറ്റിയിൽ നമുക്ക് ടാക്സ് ഉണ്ട്. മാത്രമല്ല ഡിവിഡൻഡിന്റെ ടാക്സും ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സും രണ്ടാണ്. നെക്സ്റ്റ്, ദ ഫേം ഡു നോട്ട് ഫോളോ എ റിജിഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഇപ്പം മോർ ഓർ ലെസ് എല്ലാ ഫേമും റിജിഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി അല്ല ഫോളോ ചെയ്യുന്നത്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ അവർ എന്ത് ചെയ്യാറുണ്ട്? ഫ്ലക്ച്വേഷൻ വരുത്താറുണ്ട്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ടു പേ ബ്രോക്കറേജ് ഫീസ് എക്സെട്ര വൈൽ ഡൂയിങ് എനി ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു കോസ്റ്റും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ ട്രാൻസാക്ഷൻസിലും എന്തുണ്ട്? ഒരു ബ്രോക്കറേജ് അല്ലെങ്കിൽ ഫീ ഒരു ഇൻവെസ്റ്റർ പേ ചെയ്യേണ്ടതുണ്ട്. ദ ഷെയർ ഹോൾഡേഴ്സ് മേ പ്രിഫർ കറണ്ട് ഇൻകം ആസ് കമ്പയർഡ് ടു ഫർദർ ഗെയിൻ. അതായത് എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഇപ്പോഴത്തെ ഇൻകമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻകം കിട്ടും. ആ ഇൻകം ആഗ്രഹിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ എമൗണ്ട് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഭാവിയിൽ ഷെയറിൻ്റെ പ്രൈസ് കൂടും എന്ന് പറയുന്ന കാര്യം ഭാവിയിൽ എന്ത് സംഭവിക്കാമെന്നുള്ള അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഇപ്പം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കറണ്ട് ഇൻകത്തിനാണ്, ഏതിനേക്കാളും ഫ്യൂച്ചർ ഗെയിൻസിനേക്കാളും. ഓക്കെ, ഇത്രയാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിസിസം ഓഫ് MM അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മുടെ റിയാലിറ്റിയിലേ ഇല്ല. എല്ലാ ഇൻഫർമേഷൻസും എല്ലാവർക്കും അവൈലബിൾ അല്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉറപ്പായിട്ടും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ ടാക്സ് ഉണ്ട്. മാത്രമല്ല ഡിവിഡൻഡിൻ്റെ ടാക്സും ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സും വ്യത്യാസമുണ്ട്. ഫേം ഒരിക്കലും റിജിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി അല്ല ഫോളോ ചെയ്യുന്നത്. ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോഴോ അവിടെ ബ്രോക്കറേജ് ഉണ്ട്, അതർ ഫീസ് ഉണ്ട്. പിന്നെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? പ്രിഫറൻസ് ചെയ്യുന്നത് നമ്മുടെ കറണ്ട് ഇൻകത്തിനാണ്, അതർ ദാൻ ദ ഫ്യൂച്ചർ ഏർണിങ്സ്. നമ്മുടെ ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഇൻകത്തിനേക്കാളും കറണ്ട് ഇൻകത്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത്രയുമാണ് ഇതിൽ പറയുന്നത് നമ്മുടെ MM അപ്രോച്ചിൻ്റെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് റിലവൻസ്. ആ വാക്യത്തിനുണ്ട് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഡിവിഡൻഡിന് ഫേമിൻ്റെ വാല്യൂ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ദ അതർ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻ ഹോൾഡ് ദാറ്റ് ഡിവിഡൻഡ് ഡിസിഷൻസ് കൺസിഡറബിളി അഫക്ട് ദ വാല്യൂ ഓഫ് ഫേം. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. ദ അഡ്വക്കേറ്റ് ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഗൈഡ് ബൈ ഗോർഡൻ, ജോൺ ലിൻഡർ, ജെയിംസ് വാൾട്ടർ ആൻഡ് റിച്ചാർഡ്സൺ. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു തിയറി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗോർഡനും ലോൺജിൻഡറും and James Walter and Richardson. According to them, dividend communicate the information to the investors about the firm profitability and hence dividend decision become relevant. അതായത് ഏതൊരു ഫേമിനാണോ പ്രോഫിറ്റബിലിറ്റി ഉള്ളത് ആ ഫേം മാത്രമേ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. സോ ആ ഫേം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ആ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഫേമിന് പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ആ ഫേമിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഫേമിൻ്റെ വാല്യൂവിനെ അത് എഫക്റ്റ് ചെയ്യും. പറയുന്നത് ഇങ്ങനെയാണ്: ദോസ് ഫേംസ് വിച്ച് പേ ഹയർ ഡിവിഡൻഡ് വിൽ ഹാവ് ഗ്രേറ്റർ വാല്യൂ ആസ് കമ്പയർഡ് ടു ദോസ് വിച്ച് ഡു നോട്ട് പേ ഡിവിഡൻഡ് ഓർ ഹാവ് എ ലോവർ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അതായത് ഏത് ഫേമാണോ ഒരു ഹയർ ഡിവിഡൻഡ് കൊടുക്കുന്നത് അത്തരം കമ്പനിയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും ഏതിനേക്കാളും ഡിവിഡൻഡ് കൊടുക്കാത്ത അല്ലെങ്കിൽ ലോവർ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഉള്ള ഫേമിനേക്കാളും വാല്യൂ ഡിവിഡൻഡ് ഹയർ എമൗണ്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ഫേമിനായിരിക്കും കൂടുതൽ. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രണ്ട് അപ്രോച്ചായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഒന്ന് വാൾട്ടർ അപ്രോച്ചും രണ്ട് ഗോർഡൻ അപ്രോച്ചും. എന്താണ് വാൾട്ടർ അപ്രോച്ച് എന്ന് പറയുന്നത്? ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊഫസർ വാൾട്ടർ ആണ്. ദ പ്രൊഫസർ വാൾട്ടർ അപ്രോച്ച് സപ്പോർട്ട് ദ ഡോക്ട്രിൻ ദാറ്റ് ദ ഡിവിഡൻഡ് ഡിസിഷൻ ആർ റിലവൻറ്റ് ആൻഡ് അഫക്ട് ദ വാല്യൂ ഓഫ് ഫേം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഡിവിഡൻഡ് ഡിസിഷൻ വളരെ വാല്യുബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും. എങ്ങനെ എഫക്റ്റ് ചെയ്യും? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഏൺഡ് ബൈ ദ ഫേം
and cost of capital is very significant in determining the dividend policy of a company. നമുക്കറിയാം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒരു ഫേം ഏൺ ചെയ്യുന്ന റിട്ടേൺസ്, അവരുടെ ഒരു ഫേം ഏൺ ചെയ്യുന്ന റിട്ടേൺ ആണ് ഏത്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ പഠിച്ചു ഓൾറെഡി. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാം പഠിച്ചിട്ടുണ്ട് നമുക്ക്. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പഠിച്ചു. എന്താ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. ഏത് ഇൻവെസ്റ്റർ ആണോ ആ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ് ഇതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ രണ്ടിൻ്റെയും റിലേഷൻഷിപ്പ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അത് ഒരു ഡിവിഡൻഡ് പോളിസി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നത്. അതായത് ദ പ്രൊഫസർ വാൾട്ടർ മോഡൽ ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേംസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് R ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഈസ് K. ഈ രണ്ട് ഫാക്ടർ R എന്നും പറയുന്ന അല്ലെങ്കിൽ K എന്ന് പറയുന്ന രണ്ട് ഫാക്ടറിൻ്റെ ബേസിലാണ് അദ്ദേഹം ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ R എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് റിട്ടേൺ കിട്ടും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും. K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് അല്ലെങ്കിൽ റിക്വയർ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K എന്ന് പറയുന്നത്. പറയുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു പ്രൊഫസർ വാൾട്ടർ, ഇഫ് R ഈസ് ഗ്രേറ്റർ ദാൻ K, R എന്ന റിട്ടേൺ നമ്മുടെ കറണ്ട് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ K എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനേക്കാളും കറണ്ട് റേറ്റ് റിട്ടേൺ കൂടുതലാണെങ്കിൽ ദ ഫേം earn higher rate of return on investment than the required rate of return. The firm should retain the earnings. Such firm as determine the growth firm and the optimum payout would be the 0. In their case, this would maximize the value of shares. അതായത് നമ്മൾ ഏൺ ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലാണ് ഏതിനേക്കാളും? നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനേക്കാളും കൂടുതൽ റിട്ടേൺ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് പോലും ഡിവിഡൻ്റായിട്ട് കൊടുക്കേണ്ടതില്ല. ഈ മുഴുവൻ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേമിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അതാണ് ഈ പോയിന്റ് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഡിക്ലൈനിങ് ഫേംസ് ഉണ്ട്, ഇപ്പോൾ ഗ്രോത്ത് ഫേംസ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് ഫേംസ് ഉണ്ട്. ഡിക്ലൈനിങ് ഫേംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എന്തില്ല? ഡു നോട്ട് ഹാവ് എനി പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അതായത് വേർ R ഈസ് ഗ്രേറ്റർ ദാൻ K, അതായത് റിട്ടേൺ എന്ന് പറയുന്നത് കുറവാണ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അതിനേക്കാളും കുറവാണ് റിട്ടേൺ എങ്കിൽ the shareholders would stand to gain if the firm distribute its earnings. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ഡിവിഡൻഡ് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? 100% എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ബിക്കോസ് നമുക്കൊരു എന്തില്ല, ഒരു റിട്ടേൺ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമുക്കുള്ള മുഴുവൻ എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡിവിഡൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 പോയിൻ്റാണ് പറഞ്ഞത്. ഒന്ന്, R ഈസ് ഗ്രേറ്റർ ദാൻ K. നമ്മുടെ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ മുഴുവൻ എമൗണ്ട് നമ്മുടെ ബിസിനസ് റീറ്റെയിൻ ചെയ്യണം. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏർണിങ്സ് അല്ലെങ്കിൽ വാല്യൂവിനെ എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ് ഏതിനേക്കാളും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മുഴുവൻ എമൗണ്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആ മുഴുവൻ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻ്റായിട്ട് പേ ചെയ്യണം. ഓക്കെ, ഇനി ഈ വാൾട്ടർ അപ്രോച്ചിൻ്റെ കുറച്ച് അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അസംഷൻസ് ഓഫ് വാൾട്ടർ അപ്രോച്ച് നമുക്ക് നോക്കാം. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഫേം ആർ ഫിനാൻസ്ഡ് ത്രൂ റീറ്റേൺഡ് ഏർണിംഗ്സ് ഓൺലി ആൻഡ് ദ ഫേം ഡസ് നോട്ട് യൂസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. നമ്മളിവിടെ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എടുക്കാനായിട്ട് നമ്മൾ റീറ്റേൺഡ് ഏർണിങ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേറെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല. അത് ഫസ്റ്റ് അസംഷൻ ആണ്. സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് R എന്ന് പറയുന്നത് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ K എന്ന് പറയുന്നത് ഓഫ് ദ ഫേം ആർ കോൺസ്റ്റൻറ്റ്. ഇതെപ്പോഴും എന്തായിരിക്കും? എല്ലാ വർഷവും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നതും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് ആരുടെ അസംഷൻ? വാൾട്ടറിൻ്റെ അസംഷൻ. നെക്സ്റ്റ്, ഏർണിങ്സ് ആൻഡ് ഡിവിഡൻസ് ഡു നോട്ട് ചേഞ്ച് വൈൽ ഡിറ്റർമിനിങ് ദ വാല്യൂ. ഈ ഫേമിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ഏർണിങ്സിലും ഡിവിഡൻറ്റിലും എന്ത് വരാൻ പാടില്ല? ചേഞ്ച് വരാൻ പാടില്ല. അപ്പോൾ ഏർണിങ്സും ഡിവിഡൻറ്റും എപ്പോഴും എന്തായിരിക്കും? ഡു നോട്ട് ചേഞ്ച് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും while determining the value. ഇനി ഫേമിന് എന്തുണ്ട്? ദ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്. ഫേമിന് ഒരു ലോങ് ലൈഫ് ഉണ്ടെന്നാണ് ആര് അസ്യൂം ചെയ്യുന്നത്? വാൾട്ടർ അസ്യൂം ചെയ്യുന്നത്. ഇനി ഈ വാൾട്ടറിൻ്റെ അപ്രോച്ചിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. ആ ക്രിറ്റിസിസമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, ഇൻ ദ റിയൽ വേൾഡ് കമ്പനീസ് റയർലി യൂസ് ഓൺലി ദ റിട്ടേൺ ഏർണിങ്സ് ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫേം ഡു റൈസ് ഫണ്ട് ബൈ എക്സ്റ്റേണൽ ഫിനാൻസ്. നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അസംഷൻ പറഞ്ഞു. ഫസ്റ്റ് അസംഷൻ അദ്ദേഹം റിട്ടേൺ ഏർണിങ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, എക്സ്റ്റേണൽ സോഴ്സ് യൂസ് ചെയ്യുന്നില്ലെന്ന ഫസ്റ്റ് അസംഷനിൽ പറഞ്ഞത്. ആ ഫസ്റ്റ് അസംഷൻ തന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ എല്ലാ ഫേംസും ഒരു പുതിയ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഫിനാൻസിങ് യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കലും റീറ്റെയിൻ ഏർണിങ്സ് മാത്രം കൊണ്ട് അവർക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. രണ്ട്,
ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ആർ എന്ന് പറയുന്നത് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് വിത്ത് ഇൻക്രീസ് ദ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൾസോ ചേഞ്ചസ്. അതായത് നേരത്തെ ഒരു അസംഷനിൽ പറഞ്ഞു നമ്മുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരിക്കലും അല്ല, ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഒരിക്കലും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. Okay, the assumption that cost of capital, K, will remain constant also does not hold good. ഒരിക്കലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. റിസ്ക്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ത് ചെയ്യും, കൂടും. ഇപ്പോൾ ഫേമിൽ റിസ്ക് കൂടുതലാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ എമൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യും. ഇപ്പോൾ റിസ്ക് കുറവാണെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ത് ചെയ്യും, കുറയും. സോ റിസ്ക്കുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. പക്ഷേ ഈ അസംഷനിൽ പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ്. അതൊരു ക്രിറ്റിസിസമാണ്. ഇനി നെക്സ്റ്റ് അടുത്ത് പഠിക്കാനുള്ളത് ഗോർഡൻ അപ്രോച്ചാണ്. ഈ ഗോർഡൻ അപ്രോച്ചിൽ നമ്മുടെ വാൾട്ടർ പറഞ്ഞ അതേ ക്ലൈമാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, പക്ഷേ ഒരു വേറൊരു രീതിയിലാണെന്നേ ഉള്ളൂ. ദ ഗോർഡൻ ഹാസ് ഓൾസോ ഡെവലപ്ഡ് എ മോഡൽ ഓൺ ദ ലൈൻ ഓഫ് പ്രൊഫസർ വാൾട്ടർ suggesting that dividends are relevant and the dividend decisions of the firm affect its value. അപ്പോൾ നമ്മുടെ വാൾട്ടർ പറഞ്ഞുമായിട്ട് ഒപ്പിച്ചാണ് നമ്മുടെ ഗോർഡനും പറയുന്നത് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഫേമിൻ്റെ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഡെഫിനറ്റ്ലി അഫക്റ്റ് ദ വാല്യൂ ഓഫ് ഫേം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് അസംഷൻസാണ് പറയുന്നത്. അദ്ദേഹവും പറഞ്ഞ കുറച്ച് അസംഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫേംസ് ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഫേം. ഫേം ഇപ്പോഴും എന്തായിരിക്കും, ഒരു ഇക്വിറ്റി ഫേം ആയിരിക്കണം. അതിൻ്റെ മുഴുവൻ എമൗണ്ട് ഓഫ് ക്യാപിറ്റലും ഇക്വിറ്റി ക്യാപിറ്റലായിരിക്കണം. നെക്സ്റ്റ്, നോ എക്സ്റ്റേണൽ ഫിനാൻസിങ് ഈസ് അവൈലബിൾ ഓർ യൂസ്ഡ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റി ഫിനാൻസ് മാത്രമായിരിക്കണം. ഒരിക്കലും എക്സ്റ്റേണൽ ഫിനാൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. റീറ്റേൺഡ് ഏർണിങ്സ് റെപ്രസെൻറ്റ് ഓൺലി എ സോഴ്സ് ഓഫ് ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ്. ഇപ്പോൾ റീറ്റേൺ ഏർണിങ്സ് മാത്രമായിരിക്കണം ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ എമൗണ്ട് സോഴ്സ് എന്ന് പറഞ്ഞ റീറ്റേൺ ഏർണിങ്സ് മാത്രമായിരിക്കണം. നെക്സ്റ്റ്, ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ ഫേം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് ആർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു ഫേമിൽ നിന്ന് നമ്മൾ കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദ റിട്ടൻഷൻ റേഷ്യോ, അതായത് ബി എന്ന് പറയുന്നത് വൺസ് ഡിസൈഡഡ് അപ്പോൺ ഇറ്റ്സ് കോൺസ്റ്റന്റ്. നമ്മൾ റിട്ടൻഷൻ റേഷ്യോ, അത് ബി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. മാത്രമല്ല ഗ്രോത്ത് റേറ്റ്, ഒരു ഫേമിൻ്റെ ഗ്രോത്ത് റേറ്റും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ദ ഫേം റിമൈൻ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രോത്ത് റേറ്റ്. അതായത് ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം റിമൈൻ കോൺസ്റ്റന്റ് ആയിരിക്കണം ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടുതലായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അസംഷൻ. ദ ഫേം ഹാസ് എ പെർപെക്ച്വൽ ലൈഫ്. ദ ഫേമിന് എന്താണ്, പെർപെക്ച്വൽ ലൈഫ്, ഒരു ലോങ് ലൈഫ് ഫേമിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ടാക്സസ് ഡു നോട്ട് എക്സിസ്റ്റ്. കോർപ്പറേറ്റ് ടാക്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത്രയുമാണ് ഗോർഡൻ്റെ അപ്രോച്ചിൽ. അപ്പോൾ ഗോർഡനും പറയുന്ന സെയിം കാര്യമാണ്. അതായത് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ചില അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് എല്ലാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഇംപ്ലിക്കേഷൻ ഓഫ് ഗോർഡൻസ് ബേസിക് വാല്യുവേഷൻ മോഡൽ. അപ്പോൾ വെൻ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ ഫേം ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വെർ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ, ദ പ്രൈസ് പെർ ഷെയർ ഇൻക്രീസ് ആസ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിക്രീസസ്. ദസ് ദ ഗ്രോത്ത് ഫേം ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് സ്മോളർ ഡിവിഡൻഡ് ആൻഡ് ഷുഡ് റിട്ടേൺ ദ മാക്സിമം ഏർണിങ്സ്. നേരത്തെ വാൾട്ടർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കെ എന്ന് പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം അതിനേക്കാളും കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഫേമിൻ്റെ ഏർണിങ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒരു 15% എക്സ്പെക്ട് ചെയ്യുന്നു, ഏൺ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് ഓഫ് റിട്ടേൺ ഒരു 25 ഒരു 35% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറൻ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് മാക്സിമം കുറയ്ക്കണം, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മാക്സിമം കുറയ്ക്കണം. മാത്രമല്ല ഒരു സ്മാളർ എമൗണ്ട് ഡിവിഡൻഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യാവും, പ്രൊവൈഡ് ചെയ്യാവും. മാക്സിമം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. ഇനി വെൻ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് നമ്മുടെ ആർ ഈസ് ഈക്വൽ ടു കെ, നമ്മുടെ റിട്ടേണും നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും സെയിം ആണെങ്കിൽ ദ പ്രൈസ് പെർ ഷെയർ റിമൈൻ അൺചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ഡിവിഡൻഡ് പോളിസി. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വന്ന്, അതായത് എൻ്റെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 15% ഗ്രോത്ത് ആണ്, എനിക്കും ഒരു 15% ഗ്രോത്ത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇട്ട് കഴിഞ്ഞാൽ അവിടെ 15% ഗ്രോത്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് ആർ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ നമ്മുടെ ഡിവിഡൻഡ് കൊടുത്തെന്ന് പറഞ്ഞ ഫേമിൻ്റെ വാല്യൂവിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ദാസ് ദ നോർമൽ ഫേം
ദർ ഈസ് നോ ഒപ്റ്റിമം ഡിവിഡൻഡ് പേ ഔട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫേം ആണെങ്കിൽ എന്തില്ല, ഒരു ഒപ്റ്റിമം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇല്ല. ഇനി തിരിച്ചാണെങ്കിലോ, വെൻ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, അപ്പോൾ ഇംപ്ലിക്കേഷൻ ഓഫ് ഗോർഡൻസ് ബേസിക് വാല്യുവേഷൻ മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ രണ്ട് കാര്യം വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഒരു ഫേം ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ് ഏത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ കെ എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതായത് നമ്മൾ എത്ര റിട്ടേൺ അവർ ആഗ്രഹിക്കുന്നു, റിക്വയർഡ് റിട്ടേൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോലെ തന്നെ എത്രയാണ് അവർക്ക് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതാണ് കെ എന്ന് പറയുന്നത്. അതായത് വെൻ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ ഫേം ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് അവർ ആക്ച്വലി ഏൺ ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അവർ റിക്വയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള റിട്ടേണിനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് കമ്പനി എസ്റ്റിമേറ്റ് 15% ഗ്രോത്ത്, പക്ഷെ നമ്മൾ കറൻ്റ്ലി ഒരു 35% ഗ്രോത്ത് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേ ഔട്ട് റേഷ്യോ ഡിക്രീസ് ചെയ്യണം. നമ്മൾ സ്മാളർ എമൗണ്ട് മാത്രം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാവൂ. നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എന്ത് ചെയ്യണം, റീറ്റെയിൻ ചെയ്യണം. അതായത് വെൻ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ, ദ പ്രൈസ് പെർ ഷെയർ ഇൻക്രീസസ് ആസ് ദ ഡിവിഡൻഡ് പേ ഔട്ട് ratio decrease. Thus, the growth firm should be distribute smaller dividend and should retain the maximum earning. അതായത് നമ്മുടെ റിട്ടേൺ കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം. കുറച്ച് എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് എമൗണ്ട് മാത്രമേ എന്ത് കൊടുക്കാവൂ, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവൂ. പക്ഷേ സെക്കൻഡ് സിറ്റുവേഷൻ പറയുന്നു, നമ്മുടെ വാൾട്ടറിൽ പറയാത്തൊരു സിറ്റുവേഷനാണ്, നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ, നമ്മൾ ഏൺ ചെയ്യുന്ന റിട്ടേണും ഇസ് ഈക്വൽ ടു ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ ഏൺ ചെയ്യുന്ന റിട്ടേണും നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണും സെയിം ആണെങ്കിൽ, അങ്ങനെ സെയിം ആണെങ്കിൽ നമ്മുടെ പ്രൈസ് ഓഫ് ഷെയർസ് റിമൈൻ അൺചേഞ്ച്ഡ് ആണ്. ഡിവിഡൻഡ് പോളിസി ഒന്നും ആ പ്രൈസിനെ അഫക്റ്റ് ചെയ്യില്ല. ദസ് ദ നോർമൽ ഫേം ഈസ് നോ ഒപ്റ്റിമം ഡിവിഡൻഡ് പേ ഔട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നോർമൽ ഫേം എന്ത് ചെയ്യില്ല, ഒരു ഒപ്റ്റിമം ഡിവിഡൻഡ് പേ ഔട്ട് നടത്തില്ല. അതായത് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേണും നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫേമിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡിവിഡൻഡ് കൊടുത്തെന്ന് പറഞ്ഞ് ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ആ സമയത്ത് ഒരു ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി നമുക്കില്ല. ഇനി തേർഡ് സിറ്റുവേഷൻ പറയുന്നത് എങ്ങനെയാണ്, വെൻ ദർ ആർ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കുറവാണെങ്കിൽ, അതായത് ആർ ഈസ് ലെസ് ദാൻ കെ, നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് റിക്വയർഡ് റിട്ടേണിനേക്കാളും കുറവാണെങ്കിൽ നമ്മുടെ പ്രൈസ് എന്ത് ചെയ്യും, ദ പ്രൈസ് പെർ ഷെയർ ഇൻക്രീസ് ആസ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇൻക്രീസ്. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിവിഡൻഡ് കൊടുക്കണം. ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് ഓഫ് ദ ഷെയർ ആൾസോ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് the shareholder of the declining firm stand to gain if the firm distribute its earnings. For such firms the optimal payout ratio will be 100. അതായത് അപ്പം അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല, അല്ലെ, അവർ റിക്വയർ ചെയ്യുന്ന എമൗണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണ് നമ്മുടെ കറണ്ട് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ 100% നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സ് ഹാപ്പി ആവും, അവിടെ നമ്മുടെ ഫേമിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ആ ഗോർഡൻ ബേസിക് മോഡലിലെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വാൾട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രമേ എക്സ്ട്രാ അദ്ദേഹം പറഞ്ഞോളൂ, ആർ ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രം അദ്ദേഹം പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്, അല്ല, രണ്ട് ബേസിക്കായിട്ട് രണ്ട് തിയറി പറഞ്ഞു. ഒന്ന് തിയറി ഓഫ് റിലവൻസ് പറഞ്ഞു, തിയറി ഓഫ് ഇറലവൻസ് പറഞ്ഞു. തിയറി ഓഫ് റിലവൻസിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്, അതായത് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും. തിയറി ഓഫ് ഇറലവൻസിൽ പറയുന്നത് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ പഠിച്ചത്. ഒന്ന് റിവൈൻഡ് ചെയ്യുക, എന്തെങ്കിലും